ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. സിമ്പിൾ ചാപ്റ്റർ ആണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്കറിയാം നമ്മുടെ ഭാവിയിലേക്കും നാളെ ഫ്യൂച്ചറിലേക്കും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ, കറന്റ് ഫ്ലോസ്. നമുക്കറിയാം നാളെ എന്താ പെട്രോൾ വണ്ടികളൊക്കെ മാറി ഇലക്ട്രിക് വണ്ടി ആവുന്ന കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ ചർച്ചയിലൂടെയും നമുക്ക് പല പല മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നാളെ ഇപ്പോൾ കറണ്ട് വണ്ടികളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കറണ്ടിനെ പറ്റി മനസ്സിലാവാതെ നമുക്കൊരു ഭാവിയിലേക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ലോകത്ത് കറണ്ട് ഇല്ലായെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലൈറ്റ്, അതൊക്കെ എല്ലാം കറണ്ട് കൂടിയാണ് പോകുന്നത്. അതില്ലായെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ എത്ര കഷ്ടപ്പെടുകയായിരുന്നു ഈ കറണ്ട് കണ്ടുപിടിച്ചിട്ടില്ലായെങ്കിൽ ഈ ലോകത്ത് നമ്മൾ എത്ര കഷ്ടപ്പെടുകയായിരുന്നു എന്ന് ആലോചിച്ച് നോക്ക്. അതിനെപ്പറ്റി ഒക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ കറണ്ട് ഇല്ലായെങ്കിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുകയും ഈ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ കറണ്ട് ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയും കറണ്ട് ഉണ്ടായാൽ കൂടെ എന്തൊക്കെ കാരണമാണ് സാധനങ്ങളാണ് നമുക്ക് ഉപയോഗം കിട്ടുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ്, അതിന്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കറണ്ടിന്റെ ഇമ്പോർട്ടൻസും എത്ര ഈ കറണ്ട് എന്ന സംഭവം നമ്മുടെ ജീവിതത്തെ എത്ര അത് സ്വാധീനിക്കുന്നുണ്ടെന്ന്. അതുപോലെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് നിങ്ങളുടെ ചുറ്റുപാടൊന്ന് നോക്കിയാൽ മതി കറണ്ടിന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമുക്കൊരു ചൂട് വന്നാൽ നമുക്ക് ഫാൻ ഇടാം അല്ലെങ്കിൽ AC ഓണാക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പോക്കി തരുന്നുണ്ട് കറണ്ട്. നമുക്കിപ്പോ ഏത് രാത്രി വേണമെങ്കിൽ നമുക്ക് പഠിക്കുകയോ എന്ത് വർക്ക് വേണമെങ്കിൽ ചെയ്യാം. കാരണം എന്താ? ഇലക്ട്രിസിറ്റി ഉണ്ടായതുകൊണ്ട്, കറണ്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് പലതരത്തിലുള്ള അസുഖം വന്നാലേ ഇപ്പൊ ഇലക്ട്രിസിറ്റി കൂടെ പല ഓപ്പറേഷനും പലതും ഒക്കെ തന്നെ പല മിഷൻസ് കൂടെ ഇലക്ട്രിസിറ്റി കൂടെ ഒക്കെയാണ് ചെയ്യുന്നത്. പല റോബോട്ട്സ് അങ്ങനത്തെ ഇലക്ട്രിസിറ്റിന്റെ സഹായം ഇല്ലാണ്ട് നമുക്കിപ്പോ ജീവിക്കാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല. അതാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ സാധനം. എന്താ? അതുകൊണ്ടാണ് പറയുന്നത് കറണ്ടിന്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്രയ്ക്കും കൂടുതലാണ് കറണ്ടിന്റെ ഇമ്പോർട്ടൻസ്. കാരണം നമുക്കിപ്പോ ചിന്തിക്കാൻ പോലും പറ്റൂല കറണ്ട് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നു. കറണ്ടിനെ കുറച്ച് ഉദാഹരണങ്ങൾ എന്തൊക്കെയാ നിങ്ങളുടെ ജീവിതത്തിൽ? നമുക്കറിയാം, ഫ്രിഡ്ജ്, TV, കമ്പ്യൂട്ടർ, എന്തിന് നിങ്ങളിപ്പോ ഉപയോഗിക്കുന്ന കയ്യിൽ കാണുന്ന ഈ ഫോണ് ഒക്കെ കറണ്ടിൽ കൂടെ ചാർജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ചിന്തിക്കാനേ പറ്റൂല കറണ്ടില്ലാണ്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു. ഇതിലിപ്പോൾ എന്താ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കുകയാണ്. എന്താ സംഭവം വെച്ചാൽ, ഒരു കുട്ടി രാവിലെ എണീച്ച് നോക്കുമ്പോൾ ആ കുട്ടീന് പല്ല് തേക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ വെള്ളം കാണില്ല. അപ്പോൾ അതേമാതിരി തന്നെ അത് മോട്ടർ ഇടാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് മോട്ടർ ഇടാൻ പറ്റില്ല. അതാണ് ഒരു ദിവസത്തെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇലക്ട്രിസിറ്റീൻ്റെ ഒരു കഷ്ടപ്പാട് ഇല്ലെങ്കിലുള്ള ഒരു കഷ്ടപ്പാട്. അതുമാതിരി അമ്മയ്ക്ക് മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനോടെ മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇലക്ട്രിസിറ്റീൻ്റെ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിൽ എന്നൊക്കെ അതൊന്ന് മനസ്സിലാക്കേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, അത്രയേ ഉള്ളൂ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഓക്കെ കുട്ടികളെ, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഈ നമ്മൾ കറണ്ട് കൊണ്ട് ഉപയോഗിക്കുന്നത് ഇതെന്താ സംഭവം നിങ്ങൾക്ക് അറിയോ? ഈ സംഭവം എന്താണെന്ന് അറിയില്ല. ഇതൊരു ബൾബാണ്. ഈ ബൾബ് എന്തിനാണ് നമുക്ക് ഉപയോഗിക്കുന്നത്? ഇതൊരു ഇലക്ട്രിസിറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. കറണ്ട് കാണിച്ചാൽ ഈ സാധനം കത്തിച്ചാൽ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രവർത്തിക്കാൻ പറ്റും. ഇത് ചെറിയൊരു എക്സാമ്പിൾ ആണ്, ചെറുതായി ചിന്തിച്ചാൽ. പിന്നെ ഇതെല്ലാവരും നമുക്ക് അറിയാൻ സാധനമാണ്. ഇതെന്താ? ഇതൊരു മൊബൈലാണ്. നമ്മളിപ്പോ ക്ലാസ് കേൾക്കുന്നതും നമ്മളിപ്പോ ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നതും പിന്നെ നമ്മളിപ്പോ ഈ കോവിഡ് സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാനും നമുക്ക് പലതരം നമ്മളെ പ്രവൃത്തികൾ ചെയ്യാനും നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ നല്ലൊരു മാറ്റം കൊണ്ടുവന്ന ഈ സാധനമാണ് മൊബൈൽ. ഇതൊരു കറണ്ട് കൂടെ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്. ഈ മൊബൈലൊന്നും ഇല്ലാണ്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത് പിന്നെ UPS ആണ്. ഈ UPS വെച്ചാൽ എന്താ വെച്ചാൽ നമുക്കറിയാം കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യും. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു ചാർജിങ് ആണ്, ഇലക്ട്രിസിറ്റിന്റെ കറണ്ടിന്റെ ഒരു ഉപയോഗത്തിൽ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഇതൊരു ഇലക്ട്രിക് പെന്നാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ചെറിയൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ. ഈ ബൾബ് വെച്ച് എന്താ ഉപയോഗിക്കുക വെച്ചാൽ ഇലക്ട്രിസിറ്റി കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതൊരു ചാർജ് ചെയ്യുന്ന സംഭവമാണ് കമ്പ്യൂട്ടറൊക്കെ. ഇത് പിന്നെ മൊബൈൽ ഫോൺ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് പിന്നെ ഒരു പെന്ന്, ഇലക്ട്രിക് പെന്ന്, പിന്നെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇപ്പൊ നിലവിൽ വരുന്നുണ്ട്. പിന്നെ ഇത് മേലോട്ട് നോക്കുകയാണല്ലോ ഫാന്. ഇതൊക്കെ ഇലക്ട്രിസിറ്റി പ്രവർത്തിക്കുന്ന സാധനങ്ങളാണ്. അങ്ങനത്തെയാണ് നമുക്കിപ്പോ ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി വെച്ചാൽ കറണ്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ കറണ്ടിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് ഇത് കൂടെ മനസ്സിലാക്കാൻ പറ്റും. അടുത്ത നമ്മൾ എന്താ പഠിക്കുന്നത് വെച്ചാൽ, ഒരു ടോർച്ച് ബൾബ് അല്ലെങ്കിൽ ഒരു ബൾബ് എങ്ങനെയാണ് ഗ്ലോ ചെയ്യുന്നതെന്ന്. നമുക്ക് ഈ ചിത്രത്തിനകത്ത് കാണാൻ പറ്റും 2 ബാറ്ററി, ഒരു ബൾബ്,
പിന്നെ ഒരു കോപ്പർ വയർ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഒരു പാത്തിനെയാണ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഈ എല്ലാം കൂടിയുള്ള ഈ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ അകത്ത് കാണാൻ പറ്റും, ബൾബും വയറും ബാറ്ററി എല്ലാം കൂടി അറേഞ്ച്മെൻറ്റ് ചെയ്ത് ആ പാത്തിനെയാണ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇത് കൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഈ സർക്യൂട്ട് വെച്ചാൽ ഒരു ക്ലോസ്ഡ് ആണ്, ഇവിടെ എവിടെയും തുറന്ന് കിടക്കുന്നില്ല. അത് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡയഗ്രാം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എ പാത്ത് ഈസ് പ്രിപ്പയർഡ് ഫോർ കറണ്ട് ടു ഫ്ലോ ഫ്രം വൺ ടെർമിനൽ ടു ദി അതർ ടെർമിനൽ ഓഫ് ടോർച്ച് സെൽ ത്രൂ കോപ്പർ വയർ ആൻഡ് എ ബൾബ്. അങ്ങനെ ആകുമ്പോൾ ദ ബൾബ് കത്തും, ബൾബ് ക്ലോസ്, അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഇതിനെയാണ് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, എവിടെയും ഒരു ഭാഗം എവിടെയും വിട്ടിക്കൊന്നുമില്ല. അപ്പോൾ അതുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഇതിലെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു ലൈറ്റ് എങ്ങനെ കത്തിക്കാമെന്നാണെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ചിത്രത്തോടെ തന്നെ മനസ്സിലാവും. 2 ബാറ്ററി കണക്ട് ചെയ്തത്, അതിൻ്റെ കൂടെ ഒരു കോപ്പർ വയറും ഒരു ബൾബിലേക്ക് കണക്ട് ചെയ്തേക്ക്, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നോക്കിയിട്ട്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ആ ലൈറ്റ് കത്തുന്നുണ്ട്. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇത് അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ലൈറ്റ്, ബൾബ്, ബാറ്ററി എല്ലാം കൂടി അറേഞ്ച് ചെയ്യുന്നതിനാണ് ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബാറ്ററി എല്ലാം കൂടി ഒരുമിച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ബാറ്ററി, ബൾബ്, മറ്റേ കോപ്പർ വയർ 3 കൂടി ഒരുമിച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്യും. അങ്ങനെയാണ് ഒരു സർക്യൂട്ട് ഉണ്ടാക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്, അതുകൊണ്ടാണ് ലൈറ്റ് കത്തുന്നത്. ഇതിപ്പോൾ എവിടെയെങ്കിലും തുറന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ഥലത്ത് ഭാഗം വിട്ടുപോയാൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ഓപ്പൺ സർക്യൂട്ടാവും. അപ്പോൾ അതൊരിക്കലും കത്തൂല. ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെ അകത്ത് മാത്രമേ ഇങ്ങനത്തെ ഇത് കത്തുള്ളൂ, ഈ ബൾബ് കത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് കത്തൂല. ഇത് അറേഞ്ച്മെൻറ്റ് ചെയ്തത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. 2 ടോർച്ച് സെല്ല് ഉപയോഗിച്ചേക്ക്, സെല്ല് വെച്ചാൽ ഒരു ബാറ്ററി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ബൾബ് ഉപയോഗിച്ചേക്ക്, പിന്നെ എന്താണെന്ന് വെച്ചാൽ 2 പീസസ് ഓഫ് കോപ്പർ വയറാണ് ഇത് പാസ് ചെയ്യേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഇതിൻ്റെ അകത്ത് ഇത്രയേ നിങ്ങൾക്ക് പറയുന്നുള്ളൂ. ഓക്കെ, ഇത് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള സംഭവമാണ്. സർക്യൂട്ട് വെച്ചാൽ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിയുള്ള കാര്യം ഞാൻ മറ്റേ ഡിസ്കഷൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ നിങ്ങൾക്ക് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെ ഒരു ചെറിയൊരു അറേഞ്ച്മെൻറ്റിനെ പറ്റിയാണ് പറഞ്ഞു തന്നത്. ഇത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന 2 സർക്യൂട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതിൽ കൂടെ നിങ്ങൾക്ക് ഒരു സാധനം മനസ്സിലാവും. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നെ നിങ്ങൾ ആ 2 സർക്യൂട്ട് നോക്കി നോക്കുക. ആദ്യത്തെ സർക്യൂട്ട് ഞാൻ പറയാം. ആദ്യത്തെ സർക്യൂട്ടിൻ്റെ അകത്ത് ആ ബാറ്ററീൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലിൻ്റെ ഇടയിൽ ഒരു സ്പേസ് കാണുന്നില്ലേ? ആ സ്പേസ് കാണുന്നില്ലേ? അങ്ങനത്തെ സർക്യൂട്ടിനെയാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് വിളിക്കുക. കാരണം എന്താ വെച്ചാൽ, നേരത്തെ ക്ലോസ്ഡ് വെച്ചാൽ ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും, സ്പേസ് ഒന്നും ഉണ്ടാവില്ല. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പൺ ആയിട്ട് 2 സ്ഥലത്ത് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിൽ ഒരു സ്പേസ് കാണുന്നുണ്ട്. അടുത്ത നിങ്ങൾ രണ്ടാമത്തെ സർക്യൂട്ട് നോക്കുക. അതിൻ്റെ വെച്ചാൽ ബാറ്ററീൻ്റെ പോസിറ്റീവ് ടെർമിനലും കോപ്പർ വയറും തമ്മിൽ ഒരു സ്പേസ് കാണുന്നില്ലേ? അങ്ങനെ അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇങ്ങനത്തെ സർക്യൂട്ടിനകത്ത് ഒരിക്കലും ലൈറ്റ് കത്തൂല, ബൾബ് കത്തൂല. എന്താ സംഭവിക്കുക വെച്ചാൽ, അവിടുത്തെ ആ സ്പേസ് കാരണം അങ്ങോട്ട് ചാർജ് കയറത്തില്ല, അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യാണ്ട് അവിടെ സ്റ്റോപ്പായി പോകും. ഇങ്ങനത്തെ സർക്യൂട്ടിനെയാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത്. നേരത്തെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നേരത്തെ ഇത് ഒന്ന് മറിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 സർക്യൂട്ട് ഡയഗ്രാം തമ്മിലുള്ള വ്യത്യാസം കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇതിലൊരു സ്പേസ് കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ച സർക്യൂട്ടിൻ്റെ അകത്ത് തീരെ സ്പേസ് ഒന്നുമില്ല, ഇവിടെ എല്ലാം ചുറ്റും വെച്ചാൽ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് അത് കൂടെ മനസ്സിലാവും, അതിൽ കൂടെ മാത്രമേ ബൾബ് കത്തത്തുള്ളൂ. കാരണം ഓപ്പൺ സർക്യൂട്ട് കൂടെ ബൾബ് കത്തൂല, ഓൺലി ക്ലോസ്ഡ് സർക്യൂട്ട് കൂടെ മാത്രമേ ബൾബ് കത്തത്തുള്ളൂ. ഇത് കൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, ഓപ്പൺ സർക്യൂട്ടിൻ്റെ അകത്തൊരു സ്പേസ് കാണും, എവിടെയെങ്കിലും ഒരു ഫുള്ള് ഒരു ബ്ലാങ്ക് കാണും ചില സ്ഥലത്ത്. ഇതിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഫസ്റ്റ് ഡയഗ്രാമിൻ്റെ അകത്ത് നമുക്ക് കാണാം ഒരു സ്പേസ്. അതേമാതിരി കോപ്പർ വയറും പോസിറ്റീവ് ടെർമിനലും തമ്മിൽ ഒരു സ്പേസ് കാണാം. അങ്ങനത്തെ സർക്യൂട്ടിനെയാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ സർക്യൂട്ടിനെ പറ്റി നമ്മൾ എല്ലാവർക്കും മനസ്സിലായി. 2 തരത്തിലുള്ള സർക്യൂട്ട് ഉണ്ട്, ഒന്ന് ഓപ്പണും ഒന്ന് ക്ലോസ്ഡും. ഒന്ന് അടച്ചതായിരിക്കും, ഒന്ന് തുറന്നതായിരിക്കും. ഓപ്പൺ സർക്യൂട്ട് കൂടെയാണ് കറണ്ടുകൾ പോയാൽ അത് ലൈറ്റ് ഒന്നും കത്തൂല. മറ്റേ ക്ലോസ്ഡ് ആകുമ്പോൾ ലൈറ്റ് ഒക്കെ കത്തും. ഒന്ന് അടച്ചിട്ടായിരിക്കും, ഒന്ന് ഓപ്പൺ ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ ഒക്കെ ഞാൻ പറയണം. ഇതൊരു സെല്ലിന്റെ പോസിറ്റീവ് നെഗറ്റീവ്. ഇതൊരു ബൾബ് ആണെന്ന് വിചാരിക്കും. ഇതൊരു ബൾബ് ചെറുതായി ഇതിൽ വിചാരിച്ചാൽ ഇതിലിപ്പോ ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഈ ബൾബ് കത്തും.
ഇതൊരു ഓപ്പൺ ആയി, ഇവിടെ ഒരു ഓപ്പൺ ആയില്ലെങ്കിൽ ഈ ബൾബ് കത്തൂല, കാരണം ഇവിടെ നമ്മൾ ജോയിൻ ആവില്ല. അപ്പൊ ഇങ്ങനത്തെ സർക്യൂട്ടിനെ നമ്മൾ ഓപ്പൺ എന്ന് വിളിക്കും. ഇതിപ്പോ അടച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ക്ലോസ്ഡ് എന്ന് വിളിക്കും. ഓക്കെ, കുട്ടികൾ എന്താ നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവത്തിനെ പറ്റിയാണ്. ആകെ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താ? കറണ്ടിനെ പറ്റി. കറണ്ടിന്റെ യൂസസും കറണ്ടിന്റെ ആവശ്യങ്ങളും ഒക്കെ നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലായി. നിങ്ങളുടെ ജീവിതമായിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും കറണ്ടിന്റെ ഉപയോഗങ്ങൾ എന്താണ്, കറണ്ടിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, കറണ്ടില്ലാണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. അതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ലൈഫായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കറണ്ടിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആ ലൈഫിൽ എത്ര നമുക്ക് പ്രാധാന്യമുണ്ട്, എത്ര നമുക്കൊരു മുന്നോട്ട് പോകണമെങ്കിൽ കറണ്ടിന്റെ ഉപയോഗങ്ങൾ എത്ര വേണം എന്നൊക്കെ നമുക്ക് അത് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. കറണ്ടിന്റെ ഉപയോഗങ്ങളെ പറ്റിയൊന്നും ഞാനിനി അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പലതരം എക്സാമ്പിൾസിനെ പറ്റി നമ്മൾ അടുത്ത പഠിച്ച ഫാന്, ടി വി, ബൾബ്, അങ്ങനെ കുറേ സംഭവത്തിനെ പറ്റി നമ്മൾ അടുത്ത പഠിച്ച് ടിവിനെ പറ്റി. ഇപ്പൊ ടി വി പ്രവർത്തിക്കണമെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യണം, ഒക്കത്തിനും നമുക്ക് കറണ്ട് ആവശ്യം. അപ്പൊ അതിനെ പറ്റിയാണ് അടുത്ത നമ്മൾ പഠിച്ചത് എക്സാമ്പിൾസ്. മൂന്നാമത്തെ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് പഠിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഓപ്പൺ സർക്യൂട്ടിനെ പറ്റി അടുത്ത പഠിച്ച്. നാലാമത്തെ പഠിച്ചത് എന്താ? ഓപ്പൺ സർക്യൂട്ട്. നാലാമത്തെ പഠിച്ചത് എന്താ? ക്ലോസ്ഡ് സർക്യൂട്ട്. അത്രയും നമ്മൾ പഠിച്ചത്. നാലാമത്തെ ക്ലോസ്ഡ് സർക്യൂട്ട്. ഇത് നാലാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതിന്. ഓപ്പൺ കറണ്ട്, എക്സാമ്പിൾ, ഓപ്പൺ സർക്യൂട്ട്, ക്ലോസ്ഡ് സർക്യൂട്ട്. ഓക്കെ.